നാളെ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് രാത്രി തന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് ഞാൻ. അതാകുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ കുറച്ച് എളുപ്പമാവും. ഇല്ലെങ്കിൽ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ ചില ദിവസങ്ങളിൽ മോളെൻ്റെ കൂടെ എണീക്കും, പിന്നെ ഒരു പണി നടക്കില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റും. അതുമാത്രമല്ല, എനിക്ക് രാവിലെ എണീക്കാൻ വലിയ മടിയാണ്. 5:30 എണീക്കുന്ന തന്നെ വലിയ കാര്യമാണ്. അത് കാരണമാണ് രാത്രി എല്ലാം ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചത്. അച്ചാറിടാനായിട്ട് നെല്ലിക്ക ഞാൻ കുറച്ച് ദിവസമായി വാങ്ങി വെച്ചിട്ട് അത് ആവി കയറ്റിയിട്ടൊന്ന് അരിഞ്ഞ് വെക്കുകയാണ്. ഉപ്പും വരട്ടി വെക്കുമ്പോഴത്തേക്കും രാവിലെ എണീച്ച് അച്ചാറിടാം. രാവിലെ എണീറ്റ് നേരെ ചായക്ക് വെള്ളം വയ്ക്കും കേട്ടോ. കാരണം ചായ ഇട്ട് വെച്ചാൽ രാവിലെ മോൾ എണീക്കുമ്പോഴത്തേക്കും അവൾ എണീക്കുമ്പോൾ തണുത്തിരിക്കും, അവൾ കൊടുക്കാൻ എളുപ്പമാണ്. ഇല്ലെങ്കിൽ എണീറ്റ് വേണേൽ ചായ എന്ന് പറഞ്ഞാണ് വരുന്നത്. അതില്ലെങ്കിൽ അന്നത്തെ ദിവസം പോയി. അതുകൊണ്ട് രാവിലെ ചായ ഇട്ട് വയ്ക്കും. അപ്പോൾ മോൻ എണീക്കുമ്പോഴത്തേക്കും മോനും കുടിക്കാനുള്ള പരിവാകും, അവൾ എണീക്കുമ്പോൾ അവർക്കും കൊടുക്കാമല്ലോ. അതോടൊപ്പം തന്നെ കുടിക്കാനുള്ള വെള്ളം അങ്ങ് ചൂടാക്കും. എന്നിട്ട് അരി ഇടാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടാണ് അരി കഴുകി അത് വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് അരി അങ്ങ് ഇട്ട് കൊടുക്കും. ഇത് പെട്ടെന്ന് വേഗം മറ്റേ ചെറിയ അരിയാണ്, അതായത് ബാരിക് റൈസ് എന്നൊക്കെ പറയും. അത് തന്നെയാണെന്നോ പറയുന്നത്, അതാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞാണ് മേടിച്ചത്. ഇതാകുമ്പോൾ എളുപ്പം വേഗം കേട്ടോ. അതാണ് ഞാൻ ഇത് തന്നെ മേടിക്കുന്നത്. രാവിലെ എണീറ്റ് വെച്ചാൽ മതി. 2 തിളപ്പ് കളിക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. ഇന്ന് തോരനും ചോറും പിന്നെ ഉണക്കമീൻ ഇട്ടിട്ടുണ്ട്, അത് ഫ്രൈ ചെയ്തതും അതിൻ്റെ പുറത്ത് കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് വരട്ടിയെടുക്കുമ്പം അതുമാണ് മോൻ ഇഷ്ടം. പിന്നെ അച്ചാറുണ്ട്. അതിൻ്റെ മോര് പച്ച മോര് മിക്സിയിലും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അടിച്ച് അത് ഒഴിക്കാനായിട്ട് അതും റെഡിയാക്കിയാണ് കൊടുത്ത് വിടണം. രാവിലത്തെ കാപ്പിക്ക് ദോശയാണ് കേട്ടോ. ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ ഞാൻ ചായ എന്ന് പറഞ്ഞില്ലേ, ചായ ആയിട്ടില്ല, ഞാൻ പാല് കാച്ചി ബൂസ്റ്റ് ഇട്ടാണ് മക്കൾക്ക് രണ്ടും കൊടുക്കുന്നത്. ഞാൻ കുടിക്കില്ല. ഇപ്പോൾ കുറേ നാളായിട്ട് ചായ ഞാൻ ഒഴിവാക്കിയൊക്കെയാണ്. അപ്പോൾ ഞാൻ കുടിക്കില്ല. അവർക്കപ്പോൾ ബൂസ്റ്റ് ഇട്ട് എടുക്കുമ്പോഴത്തേക്കും എളുപ്പമായിട്ട് തേയില അധികം കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ബൂസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇഷ്ടമാണ്, രണ്ടുപേരും കുടിച്ചോളും. അല്ല ഒന്നും ഇടാതെ പാലായിട്ട് കാച്ചി കൊടുക്കുമ്പോൾ കുടിക്കില്ല, അത് അതേപോലെ വെച്ചിട്ടങ്ങ് പോകും. തോരൻ വയ്ക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് കേട്ടോ. തോരനല്ല, വിഴുക്കായിട്ടാണ് ഞാൻ എടുത്തത്. മറ്റേ ക്യാബേജാണ്, വയലറ്റ് കളർ ക്യാബേജും ബീൻസും കൂടെയാണ് ഞാൻ വിഴുക്ക് വരട്ടുന്നത്. തോരൻ വേണ്ട, അവന് വിഴുക്ക് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ വിഴുക്കാക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. അവരാണല്ലോ ഉച്ചയ്ക്ക് വെച്ച് കഴിക്കുന്നത്, അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അച്ചാർ രാവിലെ ഞാൻ പറഞ്ഞില്ലേ നെല്ലിക്ക അരിഞ്ഞ് വെച്ചിരുന്നു. രാവിലെ അച്ചാറിടാണ്. മാങ്ങാച്ചാർ ഓൾറെഡി ഇരിപ്പുണ്ട്. ഈ നെല്ലിക്ക വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ അതും കൂടെ അങ്ങ് അച്ചാറിടാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ കിച്ചണിൽ തീരെ വെട്ടമില്ല കേട്ടോ. ഞാൻ അപ്പം ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഓൾറെഡി ഞാൻ പുതിയ ലൈറ്റ് വെക്കാനായിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് ആളിനെ. അപ്പോൾ വയ്ക്കുമ്പോൾ ഇനിയുള്ള വീഡിയോസിൽ വെട്ടം കാണും. ഇതിൽ തീരെ വെട്ടമില്ല, അതുകൊണ്ടൊന്നും ക്ലിയറും ഇല്ല. ഇത് ചെറിയ അടുക്കളയാണ്, ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ വർക്ക് ഏരിയയാണ്, അപ്പോൾ അവിടെ തീരെ വെട്ടമില്ല. അത് കാരണം പുതിയ ലൈറ്റ് വെക്കാനായിട്ട് ഞാൻ ആളിനെ വിളിച്ചേക്കണം. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലെല്ലാം ലൈറ്റ് ഉണ്ടാവും. ഞാൻ ടെസ്റ്റ് ചോറൊക്കെ പൊതിഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് അത് ഇന്ന് ക്ലാസ്സില്ല എന്നുള്ളത്. അന്ന് വിദ്യാഭ്യാസ ബന്ധമായതുകൊണ്ട് ബസ് വരത്തില്ല, ചെല്ലണ്ടാന്ന് രാവിലെയാണ് മെസ്സേജ് വന്നത്. രാവിലെ എണീറ്റ് വെപ്രാളപ്പെട്ടതെല്ലാം ചെയ്ത് ഞാൻ മണ്ടിയുമായി. അവൻ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്.